ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷസി ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് വാലിട്ടാൽ അലിഞ്ഞു പോകും ബ്രെഡിനെ കൊണ്ടൊരു മിൽക്ക് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ്. ഞാനിപ്പോൾ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിലെ ബ്രൗൺ പാർട്ടൊന്നും കളയൊന്നും വേണ്ട. നിങ്ങൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് പൊടിച്ചെടുത്ത ശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് അത് റോസ്റ്റായി കിട്ടുമ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും. അത് മാത്രമല്ല ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാകും, ചെറിയൊരു ഗോൾഡ് കളറായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ഈ ബ്രെഡ് പൊടി തൊട്ട് നോക്കുമ്പം കുറച്ചൊരു എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതായിട്ട് കിട്ടും. ഇതേപോലെ ഈ സമയം നിങ്ങൾ പാനിൽ തന്നെ വെച്ചിരിക്കേണ്ട. ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പാനിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ ബ്രെഡാണ് ചിലപ്പം കളർ ചേഞ്ച് ആവും. ഇനി ഞാൻ ബ്രെഡൊന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ 1 കപ്പ് അളവിൽ 250 ml 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കാരമലാക്കി എടുക്കുക. നമ്മൾ കുറച്ച് ടൈം പഞ്ചസാര അങ്ങനെ വെറുതെ വിടാം, ഒന്ന് മെൽറ്റാന്നേരെ. അല്ലെങ്കിൽ ചിലപ്പം ക്രിസ്റ്റലായിപ്പോൾ വേഗം അലിഞ്ഞു കിട്ടൂല. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്യുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം ഈ ഒരു കളറായിട്ട് വരുമ്പം ഇതിലേക്ക് 250 ml 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പാലാണ്. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്ത പാടന്നെ നമ്മളെ കാരമൽ ഫുള്ള് ക്രിസ്റ്റലായിട്ട് കുറച്ച് കട്ടിയായിട്ടുണ്ടാവുക. പക്ഷെ പാലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മെൽറ്റായിട്ട് അതിലേക്ക് യോജിച്ച് വന്നോളൂ. അപ്പോൾ നിങ്ങൾ പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ പാലിൽ ഈ കാരമലൊക്കെ ഒന്ന് അലിഞ്ഞു ചേരൂ. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കാരമൽ ഫുള്ളും പാലിലേക്കൊന്ന് അലിയിച്ചിട്ടെടുക്കുക. കാരമലാക്കുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കാരമലാക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വേഗം കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാരമൽ ഫുള്ളായിട്ട് ഇതിലേക്ക് മിക്സായിട്ട് വന്നതിന് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി അധികം ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഒരു 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കാരമലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മിൽക്ക് കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി പാൽപ്പൊടി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ റോസ്റ്റാക്കി വെച്ച ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഈ ബ്രെഡ് നമ്മളെ കാരമൽ പാലിൻ്റെ മിക്സിൽ ഫുള്ളായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചില മാറ്റി കളിക്കുന്നുണ്ട്. അതൊന്നുമല്ല, എനിക്ക് മിക്സാക്കി കൊടുക്കാൻ കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ സ്പാച്ചില എടുത്തിട്ട് മിക്സാക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഗീ, പശു നെയ്യ് 2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണാണ്, ചെറിയ 2 ടീസ്പൂൺ അളവിൽ ഗീ ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് മിക്സാക്കി കഴിഞ്ഞ പാട് 2 ടീസ്പൂൺ അളവിൽ ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഗീ നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു രീതിയാവും. എന്നാലും നമുക്കിത് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടില്ല. ഇതെല്ലാം കൂടി യോജിച്ച് ഒരു നല്ല സ്റ്റിക്കായിട്ട് വരണം. അതുവരെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. കുറച്ചും കൂടി നല്ല കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിപ്പോൾ മിക്സായിട്ട് വന്ന ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ എക്സ്ട്രാ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. ടീസ്പൂൺ ആയതുകൊണ്ട് 4 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ നേരത്തേനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് കുറേ ടൈമൊന്നും എടുക്കില്ല. നമ്മൾ മിക്സാക്കി ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയാകാൻ ഏകദേശം 5 to 8 മിനിറ്റ് അത്രേ ടൈം എടുക്കുള്ളൂ. ഇനി ഞാനൊരു കേക്ക് ട്രേയിൽ കുറച്ച് ഗീ ഒന്ന് തടവിട്ട് വെച്ചിന് ഇതിലേക്ക് നമ്മൾ മിക്സ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റിയിലാക്കുന്നെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് സെറ്റാക്കിയാൽ മതി, അല്ലെങ്കിൽ നല്ല തിന്നായിട്ട് പോകും.
ഇത് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ഒരു പേടയില്ലേ, ആ പേടൻ്റെ എല്ലാം ഏകദേശം ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മേൽഭാഗം നല്ല ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേഗം സെറ്റായി കിട്ടാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ പുറത്ത് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയാൽ മതി. നിങ്ങൾ ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ട് സെറ്റാക്കണമെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ആക്കാൻ സാധിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ആ ഗീൻ്റെയും മിൽക്ക് പൗഡറും അതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് മിൽക്ക് കേക്കിന് കിട്ടുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇങ്ങനത്തെ ബേക്കറി സ്വീറ്റ്സ്, പേട, ബർഫി ഇതൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അതിന് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് മേൽഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നെച്ചിടണോ നിർബന്ധമില്ല, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും, പിന്നെ ഒരു കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് മിൽക്ക് കേക്കാണ്. നല്ല വായിലിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.